ഇസ്ലാമിൽ ബലിയെറുക്കാൻ പാടില്ല, ഉളുഹിയത്ത് ഇറക്കാൻ പാടില്ല, അഖീഖ ഇറക്കാൻ പാടില്ല, മൃഗത്തെ ബലി കൊടുക്കാൻ പാടില്ല. അങ്ങനെ ബലി കൊടുക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ സംസാരം. ഞാൻ പറയുന്നത് ഖുർആനിൽ അറുക്കരുത്, ബലി അറുക്കരുത്, പുണ്യം വിചാരിച്ച് ബലി അറുക്കരുത് എന്ന് ഖുർആനിലുണ്ട്, ഇല്ലേ? സൂറ ഹജ്ജിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ ബലിയറുക്കുകയാണെങ്കിൽ അതിന്റെ മാംസമോ രക്തമോ ഒന്നും അല്ലാഹുവിലേക്ക് ഒരിക്കലും എത്തിച്ചേരുകയില്ല. എത്തിച്ചേരൂല എന്നല്ല പറയുന്നത്, ഒരിക്കലും എത്തിച്ചേരുകയില്ല. ലൻ എന്ന പ്രത്യയം യനാലു എന്ന ഭൂതകാല ക്രിയയോട് ചേർന്ന് വന്നിരിക്കുന്നു. അറബി ഭാഷയുടെ പ്രാഥമികമായ നിയമങ്ങൾ പഠിച്ചവർക്കറിയാം, ലൻ എന്ന പ്രത്യയം ഭൂതകാല ക്രിയയോട് ചേർന്ന് വന്നാൽ ഒരിക്കലും സംഭവിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ലൻ യഫ്അല, ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. ലൻ യനാല, ഒരിക്കലും വന്നു ചേരുകയില്ല, ഒരിക്കലും വന്നു ചേരൂല, ഈ ലോകത്തുമില്ല പരലോകത്തുമില്ല. ലുഹൂമുഹാ വലാ ദിമാഉഹാ, അതിന്റെ മാംസമോ രക്തമോ നിങ്ങൾ അറുത്തിട്ടൊരു കാര്യമില്ല. അതാണ് പറയുന്നത്, അറുത്തിട്ടൊരു കാര്യവുമില്ല. അള്ളാഹുവിലേക്ക് അത് വന്നു ചേരുകയില്ല എന്ന് കട്ടായം പറയുന്നു. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ആവശ്യം. അതാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക. തഖ്വയോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പോത്തിനറുത്തിട്ട് എന്ത് പുണ്യം? നിങ്ങൾ പറയും പോത്തിനറുത്തിട്ട് എന്ത് പുണ്യം എന്നാ ഇയാൾ പറഞ്ഞെന്താണ്? ബലിയെറുക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. എന്തായത്? അതിന്റെ മാംസവും അതിന്റെ രക്തവും അള്ളാഹുലേക്ക് എത്തുകയില്ല. ഏതിന്റെ മൗലവി? ഏതിന്റെ? അതിന്റെ രക്തവും അതിന്റെ മാംസവും അള്ളാഹുലേക്ക് എത്തുകയില്ല. ആയത്ത് പകുതിക്കുന്ന ഓതിയത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ബിദ്അത്തിന്റെ കക്ഷികൾ ആയത്ത് ഓതി ഒരു ആശയം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതിന്റെ മുമ്പ് എന്തെങ്കിലും അള്ളാഹ് ഇതിനെ ഖണ്ഡിച്ചിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത് സൂറത്തുൽ ഹജ്ജിലാണ്. ഇയാൾ ഓതിയ ആയത്ത്, ആ ആയത്ത് 37-ാമത്തെ ആയത്താണ്. അതിന് തൊട്ട് മുമ്പുള്ള 2 ആയത്ത് പരിശോധിച്ചോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, എല്ലാ ഉമ്മത്തിലും ചില ആരാധനാ കർമ്മങ്ങളുണ്ട്. ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, ആ ആരാധനയിൽപ്പെട്ടതാണ് ബഹീമത്തുൽ അൻആമിൽ നിന്ന്, അഥവാ കന്നുകാലി വർഗത്തിന്റെ മേൽ അള്ളാഹുവിനെ സ്മരിക്കുക. എന്താ ഈ കന്നുകാലിന്റെ മേൽ അള്ളാഹിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ? പോത്തിന്റെ അടുത്ത് അള്ളാഹു അക്ബർ പറയല, അത് ഇബാദത്താ. ആ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അതിനെ അറുക്കുക. അറുക്കുക എന്നതാണ് അള്ളാഹുവിടെ കൊടുക്കുന്ന നിർദ്ദേശം. ഇനി അതിന് ശേഷമുള്ള ആയത്ത് അല്ലാഹു പറയും, വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആയിരില്ലാ, ബലിമൃഗങ്ങൾ. വൽബുദ്ന എന്ന് പറഞ്ഞാൽ ബലിമൃഗങ്ങൾ, ബലിയൊട്ടകങ്ങൾ. ആ ഒട്ടകങ്ങളെ അള്ളാഹു നിങ്ങൾക്കൊരു അള്ളാഹുവിന്റെ ചിഹ്നമാക്കിയിട്ടിരിക്കുന്നു. ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ, നിങ്ങൾ അണിയണിയായി നിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തെ അതിനുമേൽ ഉച്ചരിക്കണം. ഇനിയാണ് പറയാണ് ബലിയെറുക്കാൻ പാടില്ല എന്ന് ഖുർആൻ. അടുത്ത വാചകം എന്താ അറിയോ? ഫഇദാ വജബത് ജുനൂബുഹാ, ആ മൃഗങ്ങൾ അറുത്ത്, ആ മൃഗങ്ങളെ നിങ്ങൾ അറുത്തതിന് ശേഷം അതിന്റെ പാർശ്വഭാഗങ്ങൾ നിലത്തേക്ക് വീണാൽ, ഫകുലൂ മിൻഹാ, അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക. ജീവനുള്ള മൃഗത്തെ ഭക്ഷിക്കാൻ പറ്റുമോ? ഇയാൾ പറഞ്ഞെന്താ? ബലിയെറുക്കുക എന്നുള്ളത് ഖുർആനിലില്ല. അതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് മറച്ചു വെച്ചിട്ടാണ് ഇവർ പറഞ്ഞത്. ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. ഏതിൽ നിന്ന് ഭക്ഷിക്കുക? ബലിമൃഗങ്ങളുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കണം. വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, അതുപോലെ തന്നെ ആവശ്യപ്പെട്ട് വരുന്നവനും അതുപോലെ തന്നെ യാചിച്ചു വരുന്നവനും ഒക്കെ നിങ്ങൾ അത് കൊടുക്കുകയും ചെയ്യുക. എന്നിട്ടാണല്ലോ പറഞ്ഞത് ലൻ യനാലല്ലാഹു ലുഹൂമാ, നിങ്ങൾ ബലിയെറുത്ത് നിങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്, ആ ഭക്ഷിച്ചതിന്റെ രക്തവും മാംസവും അള്ളാഹ്ക്ക് വേണ്ട, നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ ബലിയെറുത്ത് അത് നിലത്ത് വീണ് കിടക്കുന്ന അതിന്റെ രക്തം അള്ളാഹ്ക്ക് ആവശ്യമില്ല. കാരണം പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അതിന്റെ രക്തം എടുത്തിട്ട് വിഗ്രഹങ്ങളെ മേലൊക്കെ പരത്തി അങ്ങനെ പല ആചാരങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങൾ ചെയ്യരുത്, അത് അള്ളാഹ്ക്ക് ആവശ്യമില്ല. അതിന്റെ മാംസവും നിങ്ങൾക്ക് ഭക്ഷിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആശയത്തെ കട്ടുമുറിച്ച് ബലിയെറുക്കാൻ വിശുദ്ധ ഖുർആനിൽ ബലിയെ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഇയാൾ പറയാണ്, ഞാൻ പലതവണ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഇതിന് മറുപടി പറയാനുള്ള ഒരൊറ്റ മൂല്യമാർ വന്നിട്ടില്ല എന്നൊക്കെ ഇയാൾ വലിയ ആവേശത്തോടെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ കട്ടുമുറിച്ചുകൊണ്ടാണ് ഇയാൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ബലി അറുക്കാൻ പാടില്ലെന്നല്ല, ബലി അറുത്ത മൃഗങ്ങളുടെ മാംസവും രക്തവും അള്ളാഹ്ക്ക് ആവശ്യമില്ല, നിങ്ങളുടെ തഖ്വയാണ് ആവശ്യം. അഥവാ ഒരു ബലി അറുക്കുന്ന മനുഷ്യന്റെ ഈമാൻ പ്രധാനമാണ്, അയാളുടെ തഖ്വ പ്രധാനമാണ്. ഇതാണ് അള്ളാഹുവിന്റെ ഖുർആനിലുള്ളത്. ഇങ്ങനെയാണ് ഈ ആളുകളൊക്കെ ഖുർആൻ വ്യാഖ്യാനിക്കുക. അവനവനൊരു മനസ്സിലൊരു ആശയം ഉണ്ടാവും, എന്നിട്ട് എവിടെയെങ്കിലും ഖുർആൻ ഒരു ആയത്ത് അപ്പുറത്തിന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് കണ്ടോ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട, ഉളുഹിയത്ത് കൊടുക്കണ്ട. ഇനി ഇയാൾ പറയാണ്, ഇനി ഉളുഹിയത്ത് കൊടുക്കുന്ന പകരം എന്താ കൊടുക്കുക? ആളുകൾക്ക് കട്ടില വാങ്ങി കൊടുത്തോളി, അതുപോലെ തന്നെ സദക്ക കൊടുത്തോളി. സദക്കും കട്ടിലൊക്കെ വേറെ കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഉളുഹിയത്ത് അത് മുസ്ലിമീങ്ങൾ 14 നൂറ്റാണ്ട് കാലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ആളുകൾ അത് നടത്തിയിട്ടുണ്ട്. പിന്നെ ബലിയെറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്നെ സാധാരണക്കാരായ ആളുകൾ ചോദിക്കൂലേ, ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ ബലിയെറുക്കാൻ വേണ്ടി സ്വപ്നം കണ്ടല്ലോ. അപ്പൊ അതിന് യാതൊരു പുതിയ വ്യാഖ്യാനമുണ്ട്, കേട്ടോളൂ. എന്റെ ഈ മാർഗത്തിൽ നിന്നെ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലാതെ കഴുത്തിൽ കത്തിവെക്കാനല്ല. ഇന്നി അറാഫിൽ മനാമി അന്നി അൻബഹുക ഫൻദുർ മാദാ തറ. നമ്മൾ നമ്മുടെ മക്കളോട് പറയാറില്ലേ, മോനെ ബാപ്പാക്കൊരു സ്വപ്നമുണ്ട്, നിന്നെ കുറിച്ചൊരു സ്വപ്നമുണ്ട്, നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനാ തീരുമാനം. എന്താ അതിന്റെ അർത്ഥം? നാളെ തന്നെ കത്തിയും പിടിച്ചിട്ട് പോയിട്ട് പിന്നെ കഴുത്തിൽ കത്തി വെക്കുന്നതാണോ? അല്ല, പിന്നെയോ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ ധർമ്മമാർഗത്തിൽ നിന്നെ സമർപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ്. മറിയം ബീവിയെ കുറിച്ച് മറിയം ബീവിയുടെ ഉമ്മ പറഞ്ഞില്ലേ, എന്റെ വയറ്റിലുള്ള ഈ കുട്ടിയെ ഞാൻ നിനക്ക് ബലി നൽകിയിരിക്കുന്നു, നേർച്ചയാക്കിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? മറിയം ബീവിനെ അറക്കുന്നാണോ? ഇബ്രാഹിം നബി അത്രേ പറഞ്ഞിട്ടുള്ളൂ, എനിക്കൊരു സ്വപ്നമുണ്ട്, നിന്നെ ബലി നൽകുന്നതായിട്ട് സ്വപ്നം അള്ളാഹുവിന്റെ മാർഗത്തിൽ. അപ്പൊ കുട്ടി എന്ത് പറഞ്ഞു? സതജിദുനി ഇൻഷാ അല്ലാഹു ഫഫഅൽ മാ തുഉമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ട സ്വപ്നം എന്താണ്? ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നെ സമർപ്പിക്കുന്നു, അല്ലാതെ ബലിയെറുക്കല്ല, കത്തിരി തർക്കല്ല. എന്നിട്ട് അദ്ദേഹം പിന്നെ മറിയം ബീവിന്റെ ആയത്ത് ഇന്നീ നെതർത്തുൽ റഹ്മാൻ സോമ, അതവിടെ മൗലവി ബലി, ഇന്നീ നെതർത്തു ഞാൻ നേർച്ച നേറുന്ന അർത്ഥം, അല്ലാതെ ബലി കൊടുത്തുന്ന അർത്ഥമല്ല. അപ്പൊ അവിടെ ഒരു ചെറിയൊരു, എന്നിട്ട് അതിനേക്ക് കൂട്ടിക്കെട്ടാൻ വേണ്ടി പരിശ്രമിക്കാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ ബലിയെറുക്കാൻ തീരുമാനിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒഴിഞ്ഞിടാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ഏതുപോലെ? മറിയം ബീവി വിട്ടതുപോലെ. ശരി. എന്നാൽ വിശുദ്ധ ഖുർആനിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ബലി നടപ്പാക്കുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട് ഖുർആനിൽ. ഇയാൾ പറഞ്ഞത് കത്തിൽ തർക്കരുതെന്നല്ലേ? ഇബ്രാഹിം നബിയോട് പറയും, ഇബ്രാഹിം നബി ഒരിക്കലും കത്തിൽ തർക്കാൻ പോയിട്ടില്ല, ദീനിന്റെ മാർഗത്തിൽ ഒഴിഞ്ഞിട്ടതാണ് എന്നെ കേട്ടോ. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, ഫലമ്മ അസ്ലമ, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങി. വതല്ലഹുൽ ജബീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെ അറുക്കുവാൻ വേണ്ടി മുഖം ഭൂമിയിലേക്ക് ചേർത്ത് കിടത്തി. സമർപ്പിച്ച ഒന്നിനെ ആ കുട്ടിനെ എന്തിനെ പിടിച്ച് അടങ്ങാറാക്കണേ? ഇയാളുടെ വ്യാഖ്യാന പ്രകാരം സ്വന്തം മകനെ ദീനിന്റെ മാർഗത്തിൽ ഒഴിഞ്ഞിട്ടതാണ്. ആ ഒഴിഞ്ഞിട്ട മകൻ എന്തിനാ പിടിച്ചിട്ട് ഭൂമിക്ക് എന്തിനാണ് മൂന്ത കുടിച്ചിട്ട് എന്തിനാ കുത്തുന്നത്? അറുക്കാനാണ്. ഇത് വിശുദ്ധ ഖുർആൻ. അപ്പോഴാണ് നാം വിളിച്ചത്, അല്ലോ ഇബ്രാഹിം, നീ കണ്ട സ്വപ്നത്തെ താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. എങ്ങനെ? ഒഴിഞ്ഞിട്ടതാണെങ്കിൽ ആ കുട്ടിനെ വെറുതെ അടങ്ങാറാക്കേണ്ട ആവശ്യമുണ്ടോ? ഈ രൂപത്തിൽ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തി ഇതൊന്നും അറിയാത്ത കുറച്ചാളുകൾ അത് വളരെ ശരിയാണല്ലോ, പുതിയ വ്യാഖ്യാനമാണ്, പുതിയ പരിഷ്കർത്താവാണ്, പുതിയ നവോത്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞ് എട്ടും പൊട്ടും തിരിയാത്ത ഇസ്ലാമിന്റെ ABCD പോലും അറിയാത്ത കുറെ ആളുകൾ അതിനുവേണ്ടി കമാൻഡ് അടിക്കാനും അതിനുവേണ്ടി പിന്നെ ആളുകൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കി നടക്കാൻ. ഇതുപോലെയുള്ള പരിഷ്കരണങ്ങളാണ് പലപ്പോഴും ഇത്തരം ആളുകൾ നടത്താറുള്ളത്.